യേശുവിൽ പ്രിയരെ, മനുഷ്യൻ ബുദ്ധി കൊണ്ട് ഏറെ വികസിച്ച കാലഘട്ടത്തിലാണ്. ബുദ്ധിയും അറിവും വികസിക്കും തോറും രഹസ്യങ്ങൾ അവൻ ഏറെ സൂക്ഷിക്കുന്ന മനുഷ്യനായി മാറിയിട്ടുണ്ട്. വചനം അതുകൊണ്ടാണ് പറഞ്ഞു വെക്കുക, ബുദ്ധിമാന്മാർക്കും വിവേകികൾക്കു നിന്നും മറച്ച് ഞാനിവയെല്ലാം ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ഇന്ന് തിരുവചനം നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ്. തുടക്കം ഇങ്ങനെയാണ്: ഞാനിവയെല്ലാം ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും. മനസ്സ് ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും നിറഞ്ഞു നിൽക്കുമ്പോൾ ചില വെളിപാടുകൾ നമുക്ക് തടയപ്പെടാൻ സാധ്യതകളേറെയാണ്. കാരണം ഈ ബുദ്ധി കൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് വിശ്വാസത്തിൽ ചില ഉത്തരങ്ങൾ കിട്ടുവാൻ ഏറെ ബുദ്ധിമുട്ടാണ്. തുടർന്ന് ഈശോ പറയുകയാണ്, പിതാവിനെ എന്നെ നല്ലപോലെ അറിയാം, എനിക്ക് പിതാവിനെയും നല്ല വ്യക്തമായിട്ടറിയാം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു പരാജയം ഇതാണ്: അപ്പൻ മക്കളെ അറിയുന്നില്ല, മക്കൾ അപ്പനെ അറിയുന്നില്ലെന്നുള്ളത്. കാരണം ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കയ്യിലിരിക്കുന്ന യന്ത്രങ്ങളും കണ്ടുമുട്ടിയ പഠനങ്ങളുമൊക്കെ അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നീ രഹസ്യത്തിൻ്റെ ഒരു മകനാകണം. നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പോലും എത്രയോ രഹസ്യത്തോടെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ രഹസ്യത്തിൻ്റെ ഒരു കലവറയായി നമ്മൾ മാറുമ്പോൾ ഈ ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടുമൊക്കെ നേടിയെടുക്കാൻ പറ്റാത്തതാണ് വിശ്വാസത്തിൻ്റെ വെളിപാടുകളെന്ന് ഈശോ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരികയാണ്. അതിനുണ്ടാകേണ്ടത് എളിമയുടെ മനസ്സാണ്. അതിനുണ്ടാകേണ്ടത് ശിശുക്കളെ പോലെ രഹസ്യങ്ങളില്ലാത്ത മനുഷ്യരായി മാറുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വെളിപ്പെടുത്താനായിട്ട് പറ്റുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മുമ്പിൽ ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തി പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ. പിതാവ് പുത്രൻ്റെ മുമ്പിലും വെളിപ്പെടുത്തിയെന്ന് പറയുക. എന്നിടത്ത് വചനം പറയാണ്, ഇനി ഞാൻ ആരെ ആഗ്രഹിക്കുന്നുവോ അവരെ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ വെളിപ്പെടുത്തി കൊടുക്കും. അതിന് ശിശുക്കളെ പോലെ ഹൃദയമുള്ളവരായി തീരുക എന്നുള്ളതാണ് നമുക്ക് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ രഹസ്യങ്ങളുടെ കൂമ്പാരമായി നടന്ന് ഒടുവിൽ പെട്ടെന്നൊരു മരണത്തിന് നമ്മൾ കീഴടങ്ങേണ്ടി വന്നാൽ പ്രിയപ്പെട്ടതെല്ലാം ഒരുപക്ഷെ നമുക്ക് നഷ്ടമായി പോകും. നേടിയെടുത്തതൊക്കെ പ്രിയപ്പെട്ടവർക്കൊന്നും ലഭിക്കാത്ത ഒരു അധപതിച്ച മനുഷ്യനായി പോകും. സ്നേഹം കൊടുക്കാനും പരിഗണന കൊടുക്കാനും യഥാർത്ഥമായ ജീവിതം കാണിച്ചു കൊടുക്കാനും മറന്നു പോകുന്ന മനുഷ്യരായി നമ്മൾ മാറും. അതുകൊണ്ട് രഹസ്യങ്ങൾ നല്ലതാണ്, പക്ഷേ വേണ്ടപ്പെട്ടവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള ഒരു ഹിതമുണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യരായി തീരുക. ഒരു കുമ്പസാരക്കൂട്ടിൽ പോലും മനസ്സ് തുറന്നൊന്ന് കുമ്പസാരിക്കാൻ, ദൈവമേ ഞാൻ ഇതാണെന്നൊന്ന് വെളിപ്പെടുത്താൻ കഴിയാത്ത അധപതിച്ചൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ അന്ധനായ മനുഷ്യനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: മോനെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഈശോയ്ക്ക് അറിയാം അവൻ അന്ധനാണെന്ന്. കാരണം ജനക്കൂട്ടം പറഞ്ഞ് ഈശോയെ അന്ധനായൊരു മനുഷ്യൻ നിന്നെ വിളിക്കുന്നുണ്ട്. അവനിങ്ങനെ അന്ധതയുടെ പൂർണ്ണതയിൽ യേശുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈശോ ഈ ചോദ്യം ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. മോനെ, ഞാൻ നിനക്ക് എന്ത് നേടിത്തരണം? ഞാൻ നിനക്ക് എന്ത് തരണം? നിനക്ക് എന്ത് ആഗ്രഹം? അപ്പോൾ അവൻ പറയാണ്, ഈശോയെ ഞാനൊരു അന്ധനാണ്. ഈശോയ്ക്ക് അറിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് എനിക്ക് സ്വയം എന്നെ തന്നെ ഒന്ന് വെളിപ്പെടുത്താനായിട്ട് കഴിയുന്നുണ്ടോ? അതൊരു ചോദ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട അപ്പൻ്റെയും അമ്മയുടെയും മുമ്പിൽ, എൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയുടെ മുമ്പിൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ മുമ്പിൽ എന്നെ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ. അപ്പോൾ സ്വർഗം നിൻ്റെ മേൽ ദൈവിക അരൂപിയെ അയക്കും. ദൈവത്തിൻ്റെ വെളിപാടുകൾ നിനക്ക് സ്വർഗം തുറന്നു തരും. കാരണം എളിമയുള്ളവനെ മറ്റുള്ളവരുടെ മുമ്പിൽ തുറക്കാനായിട്ട് കഴിയുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് ഈശോ ഈ വചനത്തിലൂടെ നമ്മളോട് പറയുക, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മളിപ്പോൾ ഓടുകയാണ്. എന്താണ്, എവിടെയാണ് നമുക്കൊരു ആശ്വാസം കിട്ടുക? ചിലർ പണത്തിൽ ആശ്വാസം കണ്ടെത്തുന്നു. പ്രിയപ്പെട്ടവരെ, പണത്തിൽ ആശ്വാസം കണ്ടെത്തിയാൽ അത് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. കാരണം ഒരു രോഗം വന്നാൽ തീരുന്നതേ ഉള്ളൂ. ചിലർ സൗന്ദര്യത്തിൽ ആശ്വാസം കണ്ടെത്തും, അതൊരു അപകടം വന്നാൽ തീരുന്നതേ ഉള്ളൂ. ചിലർ കൂട്ടുബന്ധങ്ങളിൽ ആശ്വാസം കണ്ടെത്തും, അത് മരണത്തിലൂടെ അവസാനിച്ചു പോകും.
ചിലർ സ്വത്തിൽ ആശ്വാസം കണ്ടെത്തും. അതൊരു പ്രളയമോ ഒരു പ്രകൃതി ദുരന്തമോ വന്നാൽ അത് നമ്മൾ ഉപേക്ഷിക്കും. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ നേടിയെടുക്കുന്ന ആശ്വാസം കണ്ടെത്തുന്നതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചു പോകും, നമ്മൾ ഒറ്റയ്ക്കാകും. അവിടെ ഈശോ പറയാണ്, വരുവിൻ, നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യഥാർത്ഥമായ ആത്മാവിൻ്റെ ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ടല്ലേ കാലങ്ങൾക്ക് മുമ്പേ തമ്പുരാൻ കുരിശിൽ തൂങ്ങി നമ്മളെ മരിച്ച് കാണിച്ചു തന്നത്, മക്കളെ, എല്ലാ സഹനങ്ങൾക്കും അപ്പുറത്ത് നിനക്കൊരു ഉദ്ധാനമുണ്ടത്രേ. എല്ലാ സഹനങ്ങൾക്കും അപ്പുറത്തൊരു ഉദ്ധാനം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, സഹനത്തിലൂടെ നേടിയെടുക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഒത്തിരി കൃപയുണ്ട്. ഒന്നാം തവണ തന്നെ പരീക്ഷയിൽ നല്ല മാർക്കോടെ പാസ്സായി ജയിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞിന് പല ആവർത്തി തോറ്റ് ജയിച്ച് വന്ന് അവൻ്റെ കഷ്ടപ്പാടുകളോട് ചേർന്ന് ജോലി ചെയ്യുന്ന ഒരു കുഞ്ഞിൻ്റെ സഹനങ്ങളെ, മൂല്യങ്ങളെ അത്ര കണ്ട് മനസ്സിലാക്കണമെന്ന് എളുപ്പമല്ല. പണ്ടൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട കാരണവന്മാർ ചെളിയും വെയിലും കരിയുമൊക്കെ കൊണ്ട് നിറമങ്ങി ശരീരം ക്ഷീണിക്കുമ്പോഴും മക്കൾ കണ്ടു വളർന്നിരുന്നു അപ്പനും അമ്മയും അധ്വാനിക്കുന്നത്. ഇന്നെന്തുകൊണ്ടാണ് വിലയില്ലാതെ പോകുന്നത്? കാരണം സഹനത്തിൻ്റെ അർത്ഥത്തെ കൈമാറ്റം ചെയ്യുവാൻ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ കണ്ടെത്തുന്ന ആശ്വാസങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്ന ആശ്വാസങ്ങളുടെ പുറകെ പോകുമ്പോൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ആ ആശ്വാസങ്ങൾക്ക് വിലയില്ലാതായി പോവുകയാണ്. അതുകൊണ്ട് ഈശോ പറയാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിങ്ങൾക്ക് സഹനങ്ങളുണ്ടാകാം, വേദനകളുണ്ടാകാം, പക്ഷേ എൻ്റെ കുരിശ് നിങ്ങൾക്ക് ആശ്വാസമാണ്, എൻ്റെ അൾത്താര നിങ്ങൾക്ക് ആശ്വാസമാണ്, എൻ്റെ കൂദാശകൾ നിങ്ങൾക്ക് ആശ്വാസമാണ്. ആ ആശ്വാസം നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾക്കൊരിക്കലും പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. സഹനങ്ങളുടെ മധ്യത്തിലും എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചൊരു ദൈവമുണ്ടെന്നുള്ള ആശ്വാസമാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത്, ഒറ്റപ്പെടുത്താതെ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ടു പോകും. എൻ്റെ അപ്പനെന്നെ ഉപേക്ഷിച്ചു, എൻ്റെ അമ്മേനെ ഉപേക്ഷിച്ചു, പരാതികളൊരു കൂമ്പാരമാണ്, സ്നേഹം കിട്ടാൻ ഒരിടത്തുമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ അൽത്താരയിൽ നിന്റെ ഈശോ ദിവ്യകാരുണ്യമായി തീരുന്നത്. അങ്ങനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈശോ നമുക്ക് മുമ്പേ പാടുപീടുകൾ സഹിച്ച് ഈ ഭൂമിയിൽ മരിച്ച് ഉദ്ധാനം ചെയ്തത്. അങ്ങനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈശോ ഇന്നും നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് ആശ്വാസം അത് അൽത്താരയിൽ കണ്ടെത്തുമ്പോൾ അത് നിലനിൽക്കുന്നതായി മാറും. മൂന്നാമതായിട്ട് ഈശോ പറയാണ്, നിങ്ങൾ എന്നെ കണ്ടുപഠിക്കുവിൻ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. അവിടെയാണ് ആത്മീയതയുടെ പൂർണ്ണത നമ്മൾ എത്തി നിൽക്കുക. ശാന്തശീലർ സ്വർഗം സ്വന്തമാക്കും എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ അന്ത്യകാലത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന മനോഹരമായ പാഠമാണ്. ഈശോ പറയാണ്, എന്നെ കണ്ടുപഠിക്കുവിൻ, ശാന്തശീലരും വിനീത ഹൃദയനുമാകണം. എളിമയുള്ള മനുഷ്യരാവുക, ശാന്തതയുള്ള മനുഷ്യരാവുക. കടലിൽ കൊടുങ്കാറ്റിൽ ആ തോണിയുടെ അമരത്ത് തലയണ വെച്ച് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഉറങ്ങാൻ കഴിയുക? ശിഷ്യന്മാരൊക്കെ പേടിച്ചു പറച്ചപ്പോഴും തലയണ വെച്ച് ഉറങ്ങുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടി. അവൻ്റെ പേര് ക്രിസ്തു എന്നായിരുന്നു. കാരണം അത്രമേൽ അവൻ ശാന്തനായിരുന്നു. ഒരു കൊടുങ്കാറ്റിനും ഒരു പേമാരിക്കും അവൻ്റെ ശാന്തതയെ തകർക്കാനായിട്ട് കഴിഞ്ഞില്ല. നമ്മളിങ്ങനെ അസ്വസ്ഥപ്പെട്ട് ജീവിക്കുക. കൊച്ചു കൊച്ചു സങ്കടങ്ങൾ മതി നമ്മൾ തളർന്നു പോയിക്കൊണ്ടിരിക്കുക. കൊച്ചു കൊച്ചു വേദനകളും ഒറ്റപ്പെടുത്തലുകളും നിരാശയും വന്നാൽ നമ്മൾ തളർന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ പറയാണ്, നിങ്ങൾ എന്നെ കണ്ടുപഠിക്കുക. കാൽവരിയിൽ ചങ്കുപൊട്ടുമ്പോഴും തൻ്റെ ഹൃദയം നുകർന്നെടുത്ത രക്തത്തിന് വേണ്ടി ദാഹിക്കുമ്പോഴും അവൻ സ്വർഗത്തെ നോക്കി പറഞ്ഞപ്പാ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. അതാണ് ശാന്തത. ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് പരിശുദ്ധ അമ്മയെ നമ്മൾ കണ്ടുപഠിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒക്ടോബർ മാസം ജപമാല മാസമാണ്. ആ കാൽവരി യാത്ര മുഴുവൻ ആ കാൽവരിയിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ട മകനെ മടിയിലേക്ക് ഇറക്കി വെക്കുമ്പോഴും ചങ്കുപൊട്ടുമാറ് വേദനയുള്ളപ്പോഴും സ്വർഗത്തെ നോക്കിയപ്പാ നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറയാൻ കഴിയുന്ന ശാന്തത. ആ ശാന്തതയിലേക്ക് നമ്മൾ വളരുമ്പോൾ നമ്മൾ ആത്മീയതയുടെ പൂർണ്ണതയിലെത്തും. അപ്പോൾ നമുക്കും സ്വർഗം സ്വന്തമായി ലഭിക്കും. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, ശിശുക്കളെ പോലെ എല്ലാം വെളിപ്പെടുത്തുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ തുറന്നു കാണിക്കുന്ന ഒരു നല്ല പാഠപുസ്തകമായി തീരുവാൻ, ക്രിസ്തുവിൽ ആശ്വാസം കണ്ടെത്തുന്നവരായി തീരുവാൻ, ക്രിസ്തുവിൻ്റെ നല്ല പാഠങ്ങൾ, എളിമയുടെയും ശാന്തതയുടെയും പാഠങ്ങൾ പഠിച്ച് അവരിനെ നല്ല മാതൃകയായി സ്വർഗം സ്വന്തമാക്കുന്നവരായി തീരുവാൻ ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.